ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സന്തോഷ വാർത്തയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ വീട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ രജിസ്ട്രേഷനാണ് കേട്ടോ ഇന്ന്. രജിസ്ട്രേഷന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാവരും ആഗ്രഹമായിരിക്കും ഒരു വീട്, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു കുഞ്ഞു വീടും ആയാൽ മതി എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു അടിപൊളി വീട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാതായിട്ട് വെക്കുകയാണെങ്കിലോ അപ്പം ഒക്കെ കഴിഞ്ഞു രജിസ്ട്രേഷൻ്റെ സമയത്ത് അറിയിക്കാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്യൂവേഴ്സിനോട് പറയാമെന്നൊക്കെ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് രജിസ്ട്രേഷൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും മിക്കിയും ഉമ്മയും കുട്ടികളൊക്കെ കൂടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഫുള്ളായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി കുട്ടികളൊക്കെ ഒരു 8:30 ആയപ്പോൾ തന്നെ എണീപ്പിച്ചിട്ടോ 9:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി മക്കളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സെറ്ററൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. കാരണം തണുപ്പടിച്ചിട്ട് ഇനിയിപ്പം പനിയും ചുമയൊന്നും വരണ്ട വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇക്കാൻ്റെ ഉമ്മ ബേക്കിലേക്കാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇച്ചു ഫ്രണ്ടിലിരിക്കാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പം ആക്കന്നെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്നാണ് കേട്ടോ. ഫ്രണ്ടിലിരുന്നാലും ആൾ വേഗം മിണ്ടൂല തെറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ബേക്കിലേക്ക് പോയിരുന്നു എന്നൊക്കെ പറയലാണ്. പിന്നെ ആളിതാ ബേക്കിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പോവുകയാണ്. അപ്പം ചെറിയ ചാറ്റിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഇത് ഒരു തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ. നമ്മളെ രജിസ്ട്രേഷൻ നടന്നത് 26-ാം തീയതി ആയിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ എനിക്കും ഞാൻ ഒരുമിച്ച് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾ ഫുൾ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സിലിക്കാക്ക് വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രജിസ്ട്രേഷൻ അന്ന്. പക്ഷേ അന്ന് വണ്ടിൻ്റെ എന്തോ കംപ്ലയിൻറ്റ് കാരണം ആൾ വർക്ക്ഷോപ്പിലായിപ്പോയി. അപ്പം വരാൻ പറ്റിയില്ല. അപ്പം പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിൽ നിന്നും ആരും ഉണ്ടാവില്ല കേട്ടോ. ഉമ്മ സ്കൂളിലുള്ളതുകൊണ്ട് ഉമ്മ എന്തായാലും വരുത്തുണ്ടാവില്ല. പിന്നെ എൻ്റെ ബ്രദർ വരാമെന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആൾക്ക് പീസ് ഉണ്ട് കേട്ടോ. ഒഴിവുപോലെ വരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതാ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമുക്ക് ബാങ്ക് കയറാനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലൊക്കെ കയറിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രാഫിക് ജാം ഉണ്ടായിരുന്നു കേട്ടോ. കൈനാട്ടിൽ ഭയങ്കര ട്രാഫിക് ജാം ആയിരുന്നു. അവിടെ കുറച്ച് നേരം പിന്നെ നമ്മൾ നിർത്തിയിടേണ്ടി വന്നു. പിന്നെ ഞങ്ങളിതാ നേരെ പോവാണ്. അപ്പോൾ അവർ കുറേ നേരം കേട്ടോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. 10 മണി മുതൽ അവർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി കേട്ടോ. അങ്ങനെ പിന്നെ എന്താക്കി ഇതാ രജിസ്ട്രേഷനും ഇതൊക്കെ തുടങ്ങുകയാണ്. അപ്പം മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മളെ വീടിൻ്റെ രജിസ്ട്രേഷനാണ്. അങ്ങനെ പിന്നെതാ ഇതായിരുന്നു കേട്ടോ വീടിൻ്റെ ഓണർ. പിന്നെ ഞാനും ഹിക്കൊക്കെ കൂടി സൈൻ ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കുറേ നേരം ഉണ്ടാവും പരിപാടി എന്നൊക്കെയാണ്. പക്ഷേ ജസ്റ്റ് നമ്മളെ ഫിംഗർ വെക്കാൻ മാത്രമേ എന്നിട്ടോ ഉള്ളൂ. സൈനും കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫിംഗർ മാത്രം മതി. അതൊക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ഇനിയിപ്പം കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് രജിസ്ട്രേഷൻ്റെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അത് അവർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ അതാ ബേബിയും ഹിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴേ കേട്ടോ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നത്. ആൾ പീസിങ് കഴിഞ്ഞ് എത്തുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാനുണ്ടോ. പിന്നെ മക്കൾക്കൊക്കെ വിശക്കുന്നത് ഉള്ളത് കണ്ടപ്പോൾ ഞങ്ങൾ എന്താക്കിയത് ഒരു ബേക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ചായ അടിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ആദ്യം എന്താക്കി ഇച്ചുവിനെ വിളിച്ചു. കാരണം ഇച്ചു നല്ല കുറുമ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ രാവിലെ മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഓനിക്ക് എന്തെങ്കിലും ചായയും കടിയും മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മാനെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാനും ഇക്കും മെസ്സേജാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങളും പോകാൻ നിൽക്കുമ്പോഴാണ് ഇച്ചു വരുന്നത് കേട്ടോ. ആൾ ചായയൊക്കെ കുടിച്ച് വന്നു. പിന്നെ അതാ നമ്മൾ എസക്കും നമുക്കൊക്കെ വിശക്കുന്നുണ്ടായിരുന്നു. കാരണം സമയം 12:30 ആയിട്ടോ. നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ലൈറ്റായിട്ട് ചായയും കടിയൊക്കെ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പം ഒരു കബാബിൻ്റെ എന്തോ സംഭവമായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറച്ചും കൂടി ചൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് തീരെ ചൂടുണ്ടായിരുന്നില്ല, നല്ല തണുത്തിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ബ്രെഡും ചിക്കനും മസാലയൊക്കെ കൂടിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റിക്കിൽ ഇതാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കഴിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ ഉമ്മ എപ്പോഴും അതുപോലെ തന്നെ ഉള്ളിവടയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളതും കഴിക്കുന്നുണ്ട്. പിന്നെ ഇച്ചു ജസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞു എക്സ്ട്രാ ഒന്നും കൂടി ഓർഡറൊക്കെ ചെയ്തു കേട്ടോ. പക്ഷേങ്കിൽ ആൾ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നെ ഞാൻ ഒക്കെയൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ പോയത്. വീട്ടിലെത്തിയപാടെ
നെയ്ച്ചോറും ബീഫ് വരട്ടും അതുപോലെ തന്നെ പപ്പടവും പൊരിച്ചു. പിന്നെ അച്ചാറൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. കാരണം വരുന്ന വഴിക്കിൽ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നല്ല മഴ കാരണം നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മയും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തെങ്കിലും ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പം പിന്നെ അതും കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മക്കളെ ഉറക്കി പിന്നെ എനിക്ക് അവിടെ കിടക്കുന്നുണ്ട്. ആൾക്ക് നല്ല പനിയാണ് കേട്ടോ, തീരെ വൈകിയിരുന്നു ആ ഒരു ദിവസം. പിന്നെ ആൾ നല്ല റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് ഉമ്മ മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താക്കി ഉമ്മ പറഞ്ഞപ്പം വേഗം വന്ന് ബക്കറ്റിൻ്റെ ഉള്ളൊക്കെ തപ്പി നോക്കുകയാണ്. അപ്പോൾ കുറേ മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3/4 മാങ്ങ ഞാൻ തന്നെ എടുത്തിട്ടോ. കാരണം 3-4 മാങ്ങ മാത്രം ഉമ്മച്ചിക്ക് മതിയെന്ന് കേട്ടോ പറഞ്ഞത്. അങ്ങനെ എന്താക്കി അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് എത്തി. അപ്പം പോകുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ, നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെസ്റ്റോയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. കാരണം കറിക്കൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ. അപ്പോൾ അതൊക്കെ മേടിക്കണം. ഇനിയിപ്പോൾ നേരെ നമ്മൾ മേപ്പാടിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പം താക്കോലും കാര്യങ്ങളൊക്കെ അവരിന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. അവർ 2 ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തരാമെന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡേറ്റ് അങ്ങോട്ടേക്ക് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മഴ കാരണം ബേബി ഉറങ്ങുന്നുണ്ട്. പിന്നെ ഇച്ചും ഫ്രണ്ടിൽ നിന്നിട്ട് ഉറങ്ങിയെന്ന് കേട്ടോ ചെയ്തത്. കാരണം ഉറക്കത്തിൽ നിന്നിട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചാവിയും കിട്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച കേട്ടോ നമ്മൾ താക്കോല് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസിൻ്റെ ഒക്കെ ആണോ ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് തന്നെ എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.